ജയ് ഹിന്ദ്. വിരമിച്ച സൈനികൻ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ECHS ഗുണഭോക്താക്കൾക്ക് എംപാനൽ ചെയ്ത ആശുപത്രികളിൽ നിന്നും ഡിസ്ചാർജ് ആകുമ്പോൾ നൽകുന്ന മരുന്നുകൾ സംബന്ധിച്ച് ഒരു സുപ്രധാന ലെറ്റർ റീജിയണൽ സെൻറ്റർ ECHS പബ്ലിഷ് ചെയ്തിരിക്കുന്നു. എല്ലാ ECHS ഗുണഭോക്താക്കളും ഇത് അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഈ ലെറ്ററിൻ്റെ വിശദാംശങ്ങളാണ് ഈ വീഡിയോയിൽ. റീജിയണൽ സെൻറ്റർ ECHS പട്ന 4 ഏപ്രിൽ 2024 പബ്ലിഷ് ചെയ്ത ലെറ്ററാണ് സ്ക്രീനിൽ കാണുന്നത്. ഇതിൻ്റെ ഹെഡിങ് ECHS ഗുണഭോക്താക്കൾക്ക് ഡിസ്ചാർജ് ചെയ്യുമ്പോൾ മരുന്ന് നൽകുന്നത് സംബന്ധിച്ച്. എംപാനൽ ചെയ്ത ആശുപത്രികൾ ECHS ഗുണഭോക്താക്കൾക്ക് ഡിസ്ചാർജ് ചെയ്യുമ്പോൾ മരുന്നുകൾ നൽകുന്നില്ല എന്നത് വളരെ ഗൗരവകരമായി കാണുന്നു. ഇപ്പോഴുള്ള നിയമമനുസരിച്ച് ആശുപത്രികൾ രോഗിയെ ഡിസ്ചാർജ് ചെയ്യുമ്പോൾ 7 ദിവസത്തേക്ക് 2000 രൂപയിൽ കവിയാത്ത മരുന്നുകൾ നൽകണം. അത് ആശുപത്രി ക്ലെയിം ചെയ്യേണ്ടതാണ്. MOAയിൽ ഇത് ഉൾപ്പെടുത്താത്തത് ഒഴിവുകഴിവായി പറയേണ്ടതില്ല. അതായത് രോഗി ഡിസ്ചാർജ് ആകുമ്പോൾ തുടർന്ന് 7 ദിവസത്തേക്കുള്ള മരുന്ന് എംപാനൽഡ് ഹോസ്പിറ്റൽ നൽകണം. ഇതിൻ്റെ ലിമിറ്റ് 2000 രൂപയാണ്. അതായത് 7 ദിവസത്തെ മരുന്ന് 2000 രൂപയിൽ കൂടുതലാണെങ്കിൽ 2000 രൂപയുടെ മരുന്ന് രോഗിക്ക് സൗജന്യമായി നൽകേണ്ടതാണ്. ഈ എമൗണ്ട് ആശുപത്രികൾക്ക് ക്ലെയിം ചെയ്യാവുന്നതാണ്. ഇത് നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതാണ്. ഇങ്ങനെ ആശുപത്രികൾ മരുന്നുകൾ നൽകാതെ ഇരുന്നാൽ നമ്മുടെ പേരൻറ് പോളിക്ലിനിക്കിൽ പരാതി നൽകേണ്ടതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക, സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ജയ് ഹിന്ദ്, വന്ദേ മാതരം.